നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. അതായത് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. ആൻ ഓഫ് ഷോർ ഓയിൽ വെൽ ലൊക്കേറ്റഡ് അറ്റ് എ പോയിന്റ് W that is 5 kilometer from the closest point A. അതായത് ഈ കരയിലല്ല കേട്ടാ, ഇത് കടലിലാണ്. കടലില് ഒരു ഓഫ് ഷോർ വെൽ മീൻസ് ഓയിൽ പ്ലാന്റോ അങ്ങനെ എന്തോ ആണ്. അപ്പൊ അത് നമ്മുടെ കടലിലാണുള്ളത്. അത് തീരത്തിൽ നിന്ന് മാറിയിട്ട് നമ്മുടെ കടലിലാണ് ഒരു എന്താണ് ഓഫ് ഷോർ വെല്ലുള്ളത്. അതായത് എണ്ണ പ്ലാന്റ് എന്തോ ആണ് കേട്ടോ. അത് നമ്മുടെ കരയിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയാണ്. അതായത് കരയിൽ നിന്ന് ക്ലോസസ്റ്റ് പോയിന്റ്, അവിടെ ആ വെല്ലിൽ നിന്ന് ക്ലോസസ്റ്റ് പോയിന്റ് ഇതാണ് എ. അപ്പൊ ഈ എയിലേക്ക് ഇയാളുടെ ദൂരം 5 കിലോമീറ്റർ ആണ്. അത് W ഫ്രം ദ ക്ലോസസ്റ്റ് പോയിന്റ് ഇൻ ദ ഷോറസ് 5 കിലോമീറ്റർ. അതാണ് അവർ പറയുന്നത്, 5 കിലോമീറ്റർ. ആ ക്ലോസസ്റ്റ് പോയിന്റിനെ ക്യാപിറ്റൽ എന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഡൺ. ഓയിൽ ഈസ് ടു ബി പൈപ്ഡ് ഫ്രം W ടു എ ഷോർ പോയിന്റ് B. നമുക്ക് ഈ വെല്ലിൽ നിന്ന് ബിയിലേക്ക് എന്തിടണം? ഈ ഓയിൽ കൊണ്ടുപോകാൻ ഒരു പൈപ്പ് ഇടണം. ഈ വെല്ലിൽ നിന്ന് പോയിന്റിൽ നിന്ന് ബിയിലേക്ക് വേണം ഓയിൽ കൊണ്ടുപോകാൻ. ആ ഓയിൽ കൊണ്ടുപോകാൻ നമുക്ക് എന്താണ്? ഒരു പൈപ്പ് ഇടണം. ആ ബി എന്ന് പറയുന്ന പോയിന്റ് കരയിലുള്ള പോയിന്റ് ആണ്. അത് എയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയാണ്. അതാണ് അവർ പറഞ്ഞേക്കുന്നത്. ഓയിൽ ഈസ് ടു ബി പൈപ്ഡ് ഫ്രം W ടു എ ഷോർട്ട് പോയിന്റ് B ദാറ്റ് ഇസ് 8 കിലോമീറ്റർ ഫ്രം എ. 8 കിലോമീറ്റർ ഫ്രം എ. അതാണ് നമ്മൾ പോകുന്നത്. അപ്പോ ഇതിന് വേണ്ടിയിട്ട് ഉറപ്പായിട്ടും, അതായത് കടലിലുള്ള ഒരു പോയിന്റിൽ നിന്ന് കരയിലുള്ള പോയിന്റിലേക്കാണ് നമുക്ക് എന്തിടേണ്ടത്? പൈപ്പ് ഇടേണ്ടത്. അപ്പൊ കടലിലൂടെയും പൈപ്പ് ഇടേണ്ടി വരും, കടലിന്റെ അടിയിലൂടെയും പൈപ്പ് ഇടേണ്ടി വരും, കരയുടെ അടിയിലൂടെയും പൈപ്പ് ഇടേണ്ടി വരും. കരയുടെ അടിയിലൂടെയും കടലിന്റെ അടിയിലൂടെയും എന്തിടേണ്ടി വരും? നമുക്ക് പൈപ്പ് ഇടേണ്ടി വരും. അങ്ങനെ മാത്രമേ നമുക്ക് ഡബ്ല്യൂയിൽ നിന്ന് ബിയിലേക്ക് പൈപ്പ് ഇട്ട് അവസാനിപ്പിക്കാൻ പറ്റത്തുള്ളൂ. നമുക്ക് കടലിന്റെ അടിയിൽ കൂടെ പൈപ്പ് ഇടുകയാണെങ്കിൽ 1 കിലോമീറ്ററിന് 1 മില്യൺ വെച്ച്, അതായത് 10 ലക്ഷം വെച്ച്, 1 കിലോമീറ്ററിന് 1 മില്യൺ വെച്ച്, അതായത് 1 കിലോമീറ്ററിന് 10 ലക്ഷമാണ് ചെലവ് കടലിന്റെ അടിയിൽ കൂടെ പൈപ്പ് ഇടുകയാണെങ്കിൽ. അതേസമയം നമുക്ക് കരയിലൂടെയാണ് പൈപ്പ് ഇടുന്നതെങ്കിൽ 1 കിലോമീറ്ററിന് 5 ലക്ഷം രൂപയെ ചെലവുള്ളൂ. അതായത് ഹാഫ് എ മില്യനെ ചെലവുള്ളൂ. നമുക്ക് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാല്, ഈ പൈപ്പ് ഇടുന്നത് നമുക്ക് കരയിലൂടെ പൈപ്പ് ഇടണം, കടലിലൂടെ പൈപ്പ് ഇടണം. അപ്പം കടലിൽ നിന്ന് പൈപ്പ് ഇട്ട് നേരെ ആ പൈപ്പ് വന്ന് നേരെ കരയിൽ ആദ്യമായിട്ട് അത് തൊടുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് കടലിൽ നിന്ന് പൈപ്പ് ഇട്ട് ഇവിടെ എത്തിയിട്ട് പിന്നെ അവിടെ നിന്നാണ് ബിയിലേക്ക് പോയത്. അപ്പൊ ആദ്യമായിട്ട് ഇത് കരയിൽ, ഈ പൈപ്പ് ആദ്യമായിട്ട് കടലിൽ നിന്ന് കരയിൽ തൊട്ട പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് പി ഏതാണെന്ന് കണ്ടുപിടിക്കും. സച്ച് ദാറ്റ് ഈ കോസ്റ്റ് മിനിമൈസ് ചെയ്യും. നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമുക്ക് നേരെ ഇവിടെ നിന്ന് നേരെ ബിയിലേക്ക് പൈപ്പ് കണക്ട് ചെയ്താൽ നിങ്ങൾ ആലോചിക്കണം, അങ്ങനെ ഒരു പൈപ്പ് കണക്ട് ചെയ്താൽ അതിനുള്ള ചെലവ് കൂടുതലായിരിക്കും. കാരണം മൊത്തത്തിൽ കടലിൽ നിന്ന് വേണം കൊണ്ടുവരാൻ. അപ്പോൾ മൊത്തത്തിൽ ചെലവ് കൂടുതലായിരിക്കും. അതേസമയം നേരെ ഇങ്ങോട്ട് വന്നതിന് ശേഷം, എയിലോട്ട് വന്നതിന് ശേഷം പിന്നെ ഇങ്ങോട്ട് വന്നാലും ചെലവ് കൂടുതലായിരിക്കും. കാരണം കരയിൽ നിന്ന് ഒരുപാട് ദൂരം പൈപ്പ് ഇടേണ്ടി വരും. നമ്മൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ, ഐഡിയലായിട്ട് അവിടെ നിന്ന് എയുടെയും ബിയുടെ ഇടയിലുള്ള പി എന്ന പോയിന്റിലേക്ക് കൊണ്ടെത്തിച്ച് ആ പി എന്ന പോയിന്റിൽ നിന്ന് പിന്നെ ബിയിലേക്ക് പോയാൽ മതി. സച്ച് ദാറ്റ് നമ്മുടെ ചെലവ് ചുരുക്കണം. അതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഇത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ. അപ്പൊ ഞാൻ വീണ്ടും പറയുന്നു, W എന്ന പോയിന്റിൽ ഒരു വെല്ലുണ്ട്. അതിൽ നിന്ന് ഈ കരയിലുള്ള ഏറ്റവും അടുത്ത പോയിന്റ് ആണ് എയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള പോയിന്റ് ആണ് ബി. നമുക്ക് ആ വെല്ലിൽ നിന്ന് ബിയിലേക്ക് എന്ത് ചെയ്യണം? ഓയിൽ എത്തിക്കാൻ പൈപ്പ് ഇടണം. വെള്ളത്തിന് അടിയിലൂടെ പൈപ്പ് ഇടാൻ ചെലവ് 10 മില്യൺ ആണ്. അതായത് 10 ലക്ഷമാണ് 1 മില്യൺ. അതേസമയം നമുക്ക് കരയിലൂടെ പൈപ്പ് ഇടാൻ 1 കിലോമീറ്ററിന് 5 ലക്ഷം രൂപയാണ് ചെലവ്. അതായത് 1/2 മില്യൺ ആണ് ചെലവ്. 1/2 മില്യൺ ആണ് അവിടെ ചെലവ്. ഡൺ. നമുക്ക് എന്ത് ചെയ്യണം?
ആ പൈപ്പ് ഇടുന്നത് കോസ്റ്റ് മിനിമൈസ് ചെയ്തുകൊണ്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ വെല്ലിൽ നിന്ന് ആ പൈപ്പ് ആദ്യമായിട്ട് നമ്മുടെ ഷോറിനെ, അതായത് നമ്മുടെ കരയെ തൊടുന്ന പോയിന്റ് ഉണ്ടല്ലോ, ആ പോയിന്റ് പി ഏതാണെന്ന് കണ്ടുപിടിക്കണം. സച്ച് ദാറ്റ് ദ കോസ്റ്റ് ഇസ് മിനിമൈസ്ഡ്. കോസ്റ്റ് ഇസ് മിനിമൈസ്ഡ്. ശരി, അപ്പൊ നമ്മള് നേരെ പ്രോബ്ലത്തിലേക്ക് കിടക്കുകയാണ്. സോൾവ് ചെയ്യാൻ നമുക്ക് ആദ്യം തന്നെ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ഫിഗർ വരച്ച് തന്നെ തുടങ്ങണം. അപ്പൊ ഞാൻ ഡബ്ല്യു തരുന്നു. ഡബ്ല്യുവിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയുള്ള പോയിന്റ് ആണ് എ. ഈ എയിൽ നിന്ന് 8 കിലോമീറ്റർ അകലെയുള്ള പോയിന്റ് ആണ് ബി. 8 കിലോമീറ്റർ അകലെയുള്ള പോയിന്റ് ആണ് ബി. നമുക്ക് വെല്ലിൽ നിന്ന് ഒരു പോയിന്റ് പി വെക്ക് പൈപ്പ് ഇടണം. ആ പിയിൽ നിന്ന് പി വരെ പോകണം. സച്ച് ദാറ്റ് ദ കോസ്റ്റ് ഷുഡ് ബി മിനിമൈസ്ഡ്. ഇതാണ് കാര്യം. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഫിഗർ തന്നില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. അതാണ് ബുദ്ധിമുട്ട്. നമ്മുടെ ആൻസർ തുടങ്ങുമ്പോഴേക്കും ഇങ്ങനൊരു പടം വരയ്ക്കുന്നത് നല്ലതാണ്. നൗ ലെറ്റ് എക്സ് ബി the distance from capital A to P. Distance from capital A to P in kilometer. എയിൽ നിന്ന് പി വരെയുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത്? എക്സ്. അങ്ങനെയാണെങ്കിൽ ഇത് മൊത്തത്തിലുള്ള ഡിസ്റ്റൻസ് 8 കിലോമീറ്റർ ആയതുകൊണ്ട് തന്നെ പി മുതൽ ബി വരെയുള്ള ഡിസ്റ്റൻസ് 8 - x ആയിരിക്കും. 8 - x. ഇത് എക്സ് ആണെങ്കിൽ ഇത് 8 - x ആയിരിക്കും സ്വാഭാവികമായി. And C be the cost of laying pipe. സി എന്ന് പറയുന്നത് പൈപ്പ് എന്താണ് ഫിക്സ് ചെയ്യാനെടുത്ത ടോട്ടൽ ചെലവാണ് എന്ത്? സി. ഡൺ. ഇനി എനിക്ക് വേണ്ടത് ഈ ഡിസ്റ്റൻസ് മുതൽ ഈ ഡിസ്റ്റൻസ് വരെ വേണം. അതായത് ഡബ്ല്യുവിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാംഗിളിന്റെ ഹൈപ്പോട്ന്യൂസ് ആണ്. അപ്പൊ ഡബ്ല്യു പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x² + 5². ഇനി അടുത്ത പിയിൽ നിന്ന് ബിയിലേക്കുള്ള ഡിസ്റ്റൻസ് പി ബി എന്ന് പറയുന്നത് വളരെ വ്യക്തമാണ്, 8 - x ആണ്. 8 - x ആണ്. നമ്മുടെ ഇവിടെ പൈപ്പ് ഇടാനുള്ള ചെലവെന്ന് പറഞ്ഞാൽ 1 കിലോമീറ്ററിന് 10 ലക്ഷമാണ്. 10 ലക്ഷം. ഞാൻ അയാളെ 1 മില്യൺ എന്ന് എടുക്കുന്നത്. ഒന്ന്. കാരണം ഈ 10 ലക്ഷം എന്നൊക്കെ പറഞ്ഞ് കണക്കിൽ എഴുതിയാൽ ഇച്ചിരി ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ്. അപ്പൊ ഞാൻ അയാളെ 1 എടുക്കുന്നു. ഞാൻ 1 ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 10 ലക്ഷമാണേ. 10 ലക്ഷം. 1 മില്യൺ. അതേസമയം ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് പൈപ്പ് ഇടാനായിട്ട് 5 ലക്ഷം, അതായത് 1/2 മില്യൺ, ഹാഫ് 5 ലക്ഷം. കാൽക്കുലേഷൻസ് എളുപ്പമാക്കാനാണ് ഞാൻ അങ്ങനെ കൊടുക്കുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇവിടം വരെ പൈപ്പ് ഇടാൻ 10 ലക്ഷമാണ്, അതായത് 1 മില്യൺ ആണ് ചെലവ്. അതേസമയം പിയിൽ നിന്ന് ബിയിലേക്ക് പൈപ്പ് ഇടാൻ 5 ലക്ഷമാണ് ചെലവ്, അതായത് 1/2 മില്യൺ ആണ് ചെലവ്. ഇവിടെ നിന്ന് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ഇതാ കിടക്കുന്നു. Therefore കോസ്റ്റ് എന്ന് പറയുന്നത് ഇവിടത്തെ ഡിസ്റ്റൻസ് ഇൻറ്റു ഇവിടെ വരുന്ന ചെലവ്, അതായത് 1 ഇൻറ്റു 1 മില്യൺ ആണ് ചെലവ് ഇൻറ്റു റൂട്ട് ഓഫ് x² + 5² പ്ലസ് ഇവിടെ 1/2 മില്യൺ ആണ് ചെലവ്, ഹാഫ് ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് 8 - x. നമ്മുടെ കോസ്റ്റ് അളക്കുന്നത് മില്യണിലാണ് കേട്ടോ. മില്യണിലാണ്. ഞാനത് ഇപ്പോഴാണ് അതവിടെ എഴുതിയത്, മില്യണിൽ.
കാരണം അതാണ് നമുക്ക് നല്ലത്. അതുകൊണ്ടാണ് ഞാൻ എഴുതിയത് 8 - x. കാരണം അല്ലെങ്കിൽ ഇവിടെ 10 ലക്ഷം ഒന്നും ഇവിടെ 5 ലക്ഷം എന്നൊക്കെ എഴുതി വിട്ട് വലിയൊരു സംഖ്യയാവുമായിരുന്നു ഇവിടെ. ഇക്വേഷൻ വളരെ വലുതാവുമായിരുന്നു. Therefore, C is equal to root of x square plus 25 plus 1/2 into 8 - x. ഡൺ. കോസ്റ്റ് കിട്ടി. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കോസ്റ്റിന്റെ ഇക്വേഷന്റെ അകത്ത് ഒറ്റ വേരിയബിളേ ഉള്ളൂ. അതുകൊണ്ട് വേരിയബിൾ മാറ്റേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത ആ വേരിയബിളിന്റെ ലിമിറ്റ് കണ്ടുപിടിക്കണം. നിങ്ങൾ ആലോചിക്കണം, എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത്, എക്സ് എന്ന് പറയുന്ന ലെങ്ത് ആണ്. അതുകൊണ്ട് ഒരിക്കലും അത് നെഗറ്റീവ് ആവില്ല. ഈ ലെങ്ത് ഇവിടെ മുതൽ ഇവിടം വരെ നീളാൻ സാധ്യതയുള്ള ലെങ്ത് ആണ്. അതുകൊണ്ട് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8 ലെസ് ദാൻ 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 8. അതാണ് നമ്മുടെ ഡിസ്റ്റൻസ്. അത് 8 വരെ പോകാം. അപ്പൊ ലിമിറ്റും കണ്ടുപിടിച്ചു. നെക്സ്റ്റ് ഡി സി ബൈ ഡി എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യണം. ഡി സി ബൈ ഡി എക്സ് 1/2 റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 25 ഇൻറ്റു 2x മൈനസ് 1/2. 2 വെട്ടിക്കളഞ്ഞതിന് ശേഷം നമുക്ക് കിട്ടും എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 25 മൈനസ് 1/2. ഇനി ഇയാളെ 0ക്ക് ഇക്വേറ്റ് ചെയ്യുന്നു. ഡി സി ബൈ ഡി എക്സ് ഈക്വൽ ടു 0. അതായത് എക്സ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് 25 മൈനസ് 1/2 ഈക്വൽ ടു 0. ദാറ്റ് ഇസ് എക്സ് ബൈ root of x square plus 25 equal to 1/2. Cross multiply ചെയ്യുന്നു. 2x is equal to root of x square plus 25. രണ്ട് സൈഡ് സ്ക്വയർ എടുക്കുന്നു. 4x square equal to റൂട്ട് മാറും x square plus 25. x square ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ 3x square equal to 25. Therefore, x square is equal to 25/3. Therefore, x is equal to plus or minus 5/√3. Plus or minus 5/√3. നമ്മുടെ x വാല്യൂ കിട്ടി. ഓബ്വിയസ്ലി നിങ്ങൾക്ക് എക്സ് ലെങ്ത് ആയതുകൊണ്ട് നെഗറ്റീവ് എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് എക്സ് എന്ന് പറയുന്നത് പോസിറ്റീവ് 5/√3 ആണ്. പോസിറ്റീവ് 5/√3 ആണ്. അതായത് നമ്മുടെ ക്രിട്ടിക്കൽ പോയിന്റ്സ് എന്ന് പറയുന്നത് 5/√3 ആണ്. മാത്രമല്ല എൻഡ് പോയിന്റിനെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു 8. എക്സ് ഇസ് ഈക്വൽ ടു 0യും എക്സ് ഇസ് ഈക്വൽ ടു 8. അപ്പൊ നമുക്ക് 3 വാല്യൂ കിട്ടി. ഇനി ഇവരെ എല്ലാവരെയും കോസ്റ്റിന്റെ ഇക്വേഷന്റെ അകത്ത് കൊടുക്കണം. 5/√3. സി ഓഫ് 5/√3. സി ഓഫ് 5/√3 എന്ന് പറയുമ്പോൾ അതെടുത്ത് ഈ ഇക്വേഷനിലാണ് കൊടുക്കേണ്ടത്. സിയുടെ ഇക്വേഷൻ root of x square 5/√3 square minus 25. Sorry, minus അല്ല, plus 25 plus 1/2 into 5/√3 minus 8 minus 5/√3. 8 minus 5/√3. Therefore, this is equal to root of 25/3 plus 25 plus 4 minus 5/2 root 3. That is equal to root of 100/3 plus 4 minus 5/2 root 3. That is equal to 10/√3 minus 5/2 root 3 plus 4. That is equal to, ഇവിടെ ഡിനോമിനേറ്റർ ശരിയാക്കാനായിട്ട് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 20 - 5 15. 15/2
2√3 പ്ലസ് 4. 15/2√3 പ്ലസ് 4. നമ്മളത് കാൽക്കുലേറ്റ് ചെയ്യണം. കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യണം. അത് 15 ഡിവൈഡഡ് ബൈ 2 ഡിവൈഡഡ് ബൈ √3 പ്ലസ് 4. ഇതെന്ന് പറയുമ്പോൾ 8.330 ആണ്. 8.33 മതി. മില്യൺ 8.33 മില്യൺ. മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. 8.3 മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പൊ 8.33 ഇൻറ്റു 10 ലാക്ക്. 8.33 ഇൻറ്റു 10 ലാക്ക്. എത്ര പൂജ്യം? 1 2 3 4 5 6. 6 പൂജ്യം. 1 2 3 4 5 6. 5 6. അതായത് 83,30,000 രൂപ. 83,30,000 ഡോളറാണ്. രൂപയല്ല, ഡോളറാണ് നമ്മുടെ ചെലവ്. സോറി, ഡോളറാണ് നമ്മുടെ ചെലവ്. ഡൺ. അത്രയും ഡോളർ ഇവിടെ എന്താണ് 5/√3 എന്ന പോയിന്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചെലവ്. 5/√3 എന്ന പോയിന്റിൽ കട്ട് ചെയ്യുകയാണെങ്കിൽ ചെലവ്. ശരി, ഇനി നമുക്ക് x is equal to 0 കൊടുക്കാം. x is equal to 0. അപ്പൊ c of 0 that is equal to √0² plus 25 plus 1/2 into 8 minus 0. That is equal to 5 plus 4, 9 million. 9 million, അതായത് 90 ലക്ഷം. 9 മില്യൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 90 ലക്ഷം. 90 ലക്ഷം. ഇനി x equal to 8 ആണെങ്കിൽ c of 8 that is √8² plus 25 plus 1/2 into 8 minus 8. Therefore, this is equal to √64 plus 25. 64 plus 25. 64 പ്ലസ് 25 എന്ന് പറയുമ്പോൾ 89. √89. √89 എന്ന് പറയുന്നത് 9.43 ആണ്. 9.43 മില്യൺ. അതായത് 94,30,000 ആയിരിക്കും. 94,30,000. 94,30,000 ആയിരിക്കും നിങ്ങളുടെ എമൗണ്ട്. അത്രയും ഡോളർ ആയിരിക്കും. അപ്പൊ കമ്പയർ ചെയ്യുമ്പോൾ 5/√3 ആണെങ്കിൽ ചെലവ് 83 ലക്ഷമേ ഉള്ളൂ. അതേസമയം എന്താണ് 0 ആണെങ്കിൽ 90 ലക്ഷവും അതേസമയം 8 ആണെങ്കിൽ 94 ലക്ഷവുമാണുള്ളത്. അപ്പോ കമ്പാരിറ്റീവ്ലി ഏറ്റവും കുറവ് മിനിമം ഹാപ്പൻസ് അറ്റ് മിനിമം കോസ്റ്റ് ഈസ് അറ്റ് x is equal to 5/√3. x is equal to 5/√3. അവിടെ ഉള്ളതാണ് ഏറ്റവും ചെറിയ ചെലവ്. ഇത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 2.89 കിലോമീറ്റർ. 2.89 കിലോമീറ്റർ. അതായത് മിനിമം കോസ്റ്റ് സംഭവിക്കുന്നത്, മിനിമം കോസ്റ്റ് ഹാപ്പൻസ് അറ്റ് 2.89 kilometer away from A. എയിൽ നിന്ന് 2.89 കിലോമീറ്റേഴ്സ് മാറി കിട്ടുന്ന പോയിന്റ് ആണ് ഏറ്റവും മിനിമം കോസ്റ്റില് നമുക്ക് ആ പൈപ്പ് ഇടാൻ പറ്റുന്നത്. ഏറ്റവും മിനിമം കോസ്റ്റില് പൈപ്പ് ഇടാം. നമുക്ക് പി എന്ന പോയിന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതാണിത്. പി എന്ന പോയിന്റ് എന്ന് പറയുന്നത് 2.89 കിലോമീറ്റേഴ്സ് away from A. happens at P which is 2.89 kilometer away from. മനസ്സിലായോ?
മനസ്സിലായി സാർ. ഓക്കെ, ഡൺ. അപ്പൊ നമ്മുടെ ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു, ഡൺ. നൗ നമ്മൾ പോകുന്നത് അടുത്ത ക്വസ്റ്റ്യനിലേക്കാണ്. ശരി, ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻ നിങ്ങൾ പലപ്പോഴും നിങ്ങളുടെ എന്താണ് പ്ലസ് 1 പ്ലസ് 2 ക്ലാസ്സിൽ കണ്ടിട്ടുണ്ടാകും. അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ്. അതായത് നമുക്ക് ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഉണ്ട്. ഫൈൻഡ് ദ റേഡിയസ് ആൻഡ് ഹൈറ്റ് ഓഫ് ദ റൈറ്റ് സർക്കുലർ സിലിണ്ടർ. ഒരു റൈറ്റ് സർക്കുലർ സിലിണ്ടറിന്റെ റേഡിയസ് ഹൈറ്റുമാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. ഓക്കെ, റൈറ്റ് സർക്കുലർ സിലിണ്ടർ ഓഫ് ലാർജസ്റ്റ് വോളിയം, അതിന്റെ വോളിയം ഏറ്റവും വലുതായിരിക്കണം. ദാറ്റ് ക്യാൻ ബി ഇൻസ്ക്രൈബ്ഡ് ഇൻ എ റൈറ്റ് സർക്കുലർ കോൺ. ഒരു റൈറ്റ് സർക്കുലർ കോണിന്റെ അകത്ത് കുത്തിക്കയറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ വോളിയമുള്ള സിലിണ്ടറിന്റെ റേഡിയസ് ഹൈറ്റ് കണ്ടുപിടിക്കും. ആ പടത്തിൽ തന്നെ എല്ലാം വ്യക്തമായിട്ടുണ്ട്. ഒരു കോൺ, അതിൻ്റെ അകത്തൊരു സിലിണ്ടർ. അങ്ങനെ കുത്തിക്കയറ്റാൻ പറ്റുന്ന ഏറ്റവും വലിയ വോളിയമുള്ള സിലിണ്ടർ കണ്ടുപിടിക്കാം. അതിന്റെ റേഡിയസ് ഹൈറ്റുമാണ് അവർ ചോദിച്ചിരിക്കുന്നത്. കൂടാതെ അവർ വേറൊരു കാര്യം കൂടെ തന്നിട്ടുണ്ട്. എന്താണ്? ആ റൈറ്റ് സർക്കുലർ കോൺ ഉണ്ടല്ലോ, അതായത് സിലിണ്ടറിനകത്ത് വെച്ചിരിക്കുന്ന ആ വലിയ റൈറ്റ് സർക്കുലർ കോൺ, അതിന്റെ റേഡിയസ് 6 ഇഞ്ചെന്നും ഹൈറ്റ് 10 ഇഞ്ചെന്നും തന്നിട്ടുണ്ട്. അതിന്റെ റേഡിയസ് 6 ഇഞ്ചെന്നും ഹൈറ്റ് 10 ഇഞ്ചെന്നും തന്നിട്ടുണ്ട്. അതായത് നിങ്ങളുടെ കയ്യില് റേഡിയസ് 6ഉം ഹൈറ്റ് 10ഉം ആയ ഒരു കോണുണ്ട്. അതിൻ്റെ അകത്ത് നിങ്ങൾ ഒരു വലിയ സിലിണ്ടറിനെ കുത്തിക്കയറ്റണം. സച്ച് ദാറ്റ് അതിന്റെ വോളിയം വലുതായിരിക്കണം. അങ്ങനെ വലിയ വോളിയമുള്ള ഇതിൻ്റെ അകത്ത് കുത്തിക്കയറ്റാൻ പറ്റുന്ന സിലിണ്ടറിന്റെ റേഡിയസ് ഹൈറ്റും പറയാനാണ് പറഞ്ഞത്. ശരി, അപ്പൊ നമ്മൾ നേരെ സോൾവിങ്ങിലേക്ക് പോകുന്നു. ആദ്യം തന്നെ ഫിഗർ വരയ്ക്കുക. ഫിഗർ ഞാൻ വരയ്ക്കുന്നു. നമ്മുടെ വലിയ കോൺ, അതിൻ്റെ അകത്ത് ഒരു സിലിണ്ടർ. ഈ അകത്ത് കുത്തിക്കയറ്റിയ സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ലെറ്റ് ആർ ബി ദ റേഡിയസ് ഓഫ് സിലിണ്ടർ. നമുക്കിത് അല്ലെ ഇഞ്ചിലാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് ഇഞ്ച്. ആൻഡ് എച്ച് ബി ഹൈറ്റ് ഓഫ് സിലിണ്ടർ. എഗൈൻ അയാളും തന്നിരിക്കുന്നത് ഇഞ്ചിലാണ്. ഇനി അടുത്ത വി ബി ദ വോളിയം ഓഫ് സിലിണ്ടർ. സിലിണ്ടറിന്റെ വോളിയം ഇഞ്ച് ക്യൂബിൽ കിട്ടി. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ആ അകത്തിരിക്കുന്ന സിലിണ്ടറിന്റെ റേഡിയസും ഹൈറ്റും വോളിയവും റെപ്രസെന്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ അറിയാനുള്ള കാര്യമാണ് ഞാൻ വരയ്ക്കുന്നത്. നമുക്ക് ഇയാളുടെ റേഡിയസ് ഞാൻ വരയ്ക്കുന്നു, R. ഇയാളുടെ റേഡിയസ് R എന്ന് വരയ്ക്കുന്നു. ഇയാളുടെ ഹൈറ്റ്, ഈ പുള്ളിക്കാരന്റെ ഹൈറ്റ്, അതായത് സിലിണ്ടറിന്റെ ഹൈറ്റ് ഞാൻ ഇവിടെ വരയ്ക്കുന്നു, H ആണ്. നമുക്കറിയാവുന്ന വേറൊരു കാര്യമുണ്ട്. വെളിയിൽ കിടക്കുന്ന കോണിന്റെ റേഡിയസ് എന്ന് പറയുന്നത് 6 ഇഞ്ചാണ്. അതേസമയം വെളിയിൽ കിടക്കുന്ന കോണിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 10 ഇഞ്ച്. ഇതാണ് ഹൈറ്റ്. അപ്പൊ ഞാൻ ഈ ഒരു ഭാഗത്തിനെ മാറ്റി വരയ്ക്കുന്നത്. വലിയ ഹൈറ്റ് ഇങ്ങനെ. ഹൈറ്റ് ആവുമ്പോൾ നേരെ താഴേക്ക് സ്ട്രൈറ്റ് ലൈൻ ആണല്ലോ വരയ്ക്കാൻ. എന്നിട്ട് ആ കോണിന്റെ സൈഡ് ഈ വരുന്നത് ആ കോണിന്റെ റേഡിയസ്. എന്നിട്ട് ഇടയ്ക്ക് വെച്ചൊരു കട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആ കട്ട് സിലിണ്ടറിന്റെ റേഡിയസ്. അതിന് തൊട്ട് താഴെ ഈ പോയിന്റ് H, സിലിണ്ടറിന്റെ ഹൈറ്റ്. ഇത് തൊട്ട് ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് ഹൈറ്റ്. ഇത് 6 ഇഞ്ചാണ്.
ഇത് 6 ഇഞ്ചാണ്. ഇനി മൊത്തത്തിലുള്ള ഹൈറ്റ്, സിലിണ്ടറിന്റെ ഹൈറ്റ് ആണ്, അത് 10. അത് 10 തന്നിട്ടുണ്ട്. ഡൺ. നമുക്ക് മാക്സിമൈസ് ചെയ്യേണ്ടത് സിലിണ്ടറിന്റെ വോള്യൂം ആണ്. സിലിണ്ടറിന്റെ വോള്യത്തിന്റെ ഫോർമുല എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ എച്ച് ആണ്. സിലിണ്ടറിന്റെ വോള്യത്തിന്റെ ഫോർമുല പൈ ആർ സ്ക്വയർ എച്ച് ആണ്. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാകും, ഇവിടെ ഈ ഫോർമുലയിൽ 2 വേരിയബിൾ ഉണ്ട്, ആർ എച്ച്. ഇവിടെ 2 വേരിയബിൾ ഉണ്ട്, ആർ എച്ച്. അങ്ങനെയാണെങ്കിൽ വേരിയബിൾ മാറ്റിയേ പറ്റത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ഫിഗറിലേക്ക് നോക്കുക. ഇതൊരു സിമിലർ ട്രയാങ്കിൾസ് ആണ്. സിമിലർ ട്രയാങ്കിൾ ആകുമ്പോൾ നിങ്ങൾക്ക് അറിയാം, ഒരു ട്രയാങ്കിളിന്റെ അകത്ത് മറ്റേ ട്രയാങ്കിൾ കിടക്കണം. ഏതെങ്കിലും ഒരു സൈഡ് കോർണറിനെ അവർ ഷെയർ ചെയ്യും. നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ചെറിയ ട്രയാങ്കിളും ഈ വലിയ ട്രയാങ്കിളും ഈ ഒരു കോർണറിനെ ഷെയർ ചെയ്യുന്നുണ്ട്. ഇത് സിമിലർ ട്രയാങ്കിൾ ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ സൈഡിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. സൈഡുകളുടെ റേഷ്യോ സെയിം ആയിരിക്കും. അതായത് ഇതിന്റെ ബേസ് സൈഡ് 6 ആണ്. ബേസ് സൈഡ് ആർ. താഴത്തെ ആളുടെ ബേസ് സൈഡ് 6 ഈക്വൽ ടു ഇയാളുടെ ഹൈറ്റ് ഇത് മൊത്തത്തിൽ 10ഉം ഈ ചെറിയ ഹൈറ്റ് ഹെച്ചുമാണ്. അപ്പൊ ഈ ഹൈറ്റ് 10 മൈനസ് എച്ച് ആണ്. 10 മൈനസ് എച്ച്. വലിയ ഹൈറ്റ് 10 ഈക്വൽ ആയി. വീണ്ടും പറയുന്നു, സിമിലർ ട്രയാങ്കിൾ ആണെങ്കിൽ കറസ്പോണ്ടിങ് സൈഡിന്റെ റേഷ്യോ സെയിം ആയിരിക്കും. ബേസ് R/6 റേഷ്യോ. ഇനി അടുത്ത ഹൈറ്റ് എന്താണ്? ഇവിടത്തെ ഹൈറ്റ് 10 മൈനസ് എച്ച്. മൊത്തത്തിലുള്ള ഹൈറ്റ് 10. അപ്പൊ ഞാൻ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 into R is equal to 6 into 10 minus H. That is equal to 10R is equal to 60 minus 6H. 60 minus 6H അല്ലെങ്കിൽ 60 minus 6H. ഇതാണ് R. Therefore, 6H is equal to 60 minus 10R. Therefore, H is equal to 60 minus 10R by 6. Therefore, H is equal to 6 minus 5 by 3R. 6 minus 5 by 3R. 6 അല്ല, സോറി, 10 മൈനസ് ആണ് കേട്ടോ, മാറിപ്പോയതാണ്. Uh, 10 minus 10 by 6 5 by 3. 10 by 6 5 by 3 into R. ഇതാണ് ഹൈറ്റും റേഡിയസും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഈ കാണുന്നത്. ഇതിനെ എടുത്ത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഇതിനെ എടുത്ത് വോള്യത്തിന്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ചെയ്യുമ്പോൾ വോള്യം ഇസ് ഈക്വൽ ടു പൈ ഇൻറ്റു ആർ സ്ക്വയർ ഇൻറ്റു എച്ചിന് പകരം 10 minus 5 by 3 into R. 10 minus 5 by 3 into R. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 pi R square minus 5 pi by 3 R cube. അതാണ് വോള്യം. ഇനി അടുത്ത റെസ്ട്രിക്ഷൻ. നമ്മളിപ്പോ ഒരു വേരിയബിളായി R ആയി. അപ്പൊ Rന്റെ റെസ്ട്രിക്ഷൻ, റേഡിയസ് എന്ന് പറയുന്നത്, അല്ല, സിലിണ്ടറിന്റെ റേഡിയസ് എന്ന് പറഞ്ഞാൽ വളർന്ന് വേണമെങ്കിൽ കോണിന്റെ റേഡിയസിന് തുല്യമാണ്. അത് അകത്തിരിക്കുന്ന സിലിണ്ടറിന്റെ റേഡിയസ് കൂട്ടി പോയി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ആറിലേക്കാണ്. റേഡിയസ് ആയതുകൊണ്ട് നെഗറ്റീവ് ആവില്ല. അതുകൊണ്ട് 0 less than or equal to R less than or equal to 6. 0 less than or equal to R less than or equal to 6. ലിമിറ്റായി. ഇനി വോള്യത്തിന്റെ ഡിഫറൻഷിയേഷൻ ചെയ്യണം. വോള്യം is equal to 10 pi R square minus 5 by 3 pi by 3 into R cube. 5 pi by 3 into R cube. ഇതാണ് നമ്മുടെ വോള്യം. അപ്പൊ dv by dr ചെയ്യുമ്പോൾ 20 pi into R minus 5 by 3 pi into 3R square. That is equal to 20 pi R minus
5 pi into r square. dv by dr is equal to 0. 20 pi r minus 5 pi r square is equal to 0. 5 pi r-നെ ഞാൻ കോമൺ എടുക്കും. 5 pi r-നെ കോമൺ എടുക്കും. 4 minus r equal to 0. അതായത് r is equal to 0, r is equal to 4. r is equal to 0, r is equal to 4. ക്രിട്ടിക്കൽ പോയിന്റ് കിട്ടി. r is equal to 0, r is equal to 4. എൻഡ് പോയിന്റിനെ നോക്കേണ്ടതുണ്ട്. എൻഡ് പോയിന്റ് 0 ഓൾറെഡി അവിടെ ഒരു പോയിന്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അടുത്തെന്താണ്? 6. r is equal to 6. അപ്പൊ അതെടുത്ത് വോള്യത്തിന്റെ ഇക്വേഷനിൽ കൊടുക്കും. r is equal to 0 ആകുമ്പോൾ വോള്യൂം 0. r is equal to 4 ആകുമ്പോ വോള്യൂം എന്ന് പറയുന്നത് 10 pi r square 16 minus 5 by 3 pi r cube. r cube 16 into 4, 64. Therefore, this is equal to 160 pi minus 160 pi minus 5 into 64 divided by 3 5 into 64 divided by 3 5 into 64 divided by 3 5 into 64 320 by 3 pi. Therefore, this is equal to 160 into 3 480 pi minus 320 pi divided by 3. That will be 160 pi divided by 3. 160 pi divided by 3. 160 into pi divided by 3 equals 167. 167.55 ഇഞ്ച് ക്യൂബ്. അതാണ് r equal to 4 ആകുമ്പോഴുള്ള വോളിയം. ഇനി r equal to 6 എടുക്കുകയാണ്. r equal to 6 എടുക്കുമ്പോൾ വോളിയം 10 into pi r square 36 minus 5 by 3 pi into r cube 216. അപ്പൊ ഇതും കൂടെ വെട്ടിക്കളയുമ്പോ 73 7 പിന്നെ 6 ആവുമ്പോ 73 അല്ല 72 ആണ് കേട്ടോ. 73 അല്ല 72 ആണ്. 72. ഇനി അടുത്ത 72 into 5 72 into 5 360. Therefore 360 pi minus 360 pi equal to 0. അപ്പൊ ഇവിടെയും വോളിയം 0, ഇവിടെയും വോളിയം 0. ആകെപ്പാടെ ഉള്ളത് ഇതാണ് ഏറ്റവും വലുത്. അപ്പൊ മാക്സിമം ഹാപ്പൻസ് വെൻ. Therefore maximum volume happens when radius equal to 4 inches. റേഡിയസ് 4 ഇഞ്ച് ആകുമ്പോഴാണ് മാക്സിമം വോളിയം സംഭവിക്കുന്നത്. മാക്സിമം വോളിയം 167.55 ഇഞ്ച് ക്യൂബ്. ബാക്കിയെല്ലാം മിനിമം ആണ്, ബാക്കിയെല്ലാം 0 ആണ് വന്നത്. ആ കൂട്ടത്തിൽ ഏറ്റവും വലുത് അതാണ്. നമ്മളോട് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് മാക്സിമം വോളിയം സംഭവിക്കുമ്പോൾ ഉള്ള ഹൈറ്റും റേഡിയസും കണ്ടുപിടിക്കാനാണ്. റേഡിയസ് കിട്ടി. ഹൈറ്റ് എന്ന് പറയുന്നത് 10 മൈനസ് 5/3 ഇൻറ്റു r ആണ്. 10 മൈനസ് 5/3 ഇൻറ്റു r ആണ്. 10 മൈനസ് 5/3 ഇൻറ്റു r ആണ്. അപ്പൊ അതില് r-ന്റെ വാല്യൂ എടുത്ത് ഇവിടെ കൊടുക്കുമ്പോൾ 10 മൈനസ് 5 ഇൻറ്റു 4/3 that is equal to 30 minus 20/3 that is equal to 10/3 inch. 10/3 inch.
അപ്പോൾ മാക്സിമം വോളിയം സംഭവിക്കുമ്പോൾ റേഡിയസ് എന്ന് പറയുന്ന 4 ഇഞ്ചും ഹൈറ്റ് എന്ന് പറയുന്നത് 10/3 ഇഞ്ച്. ഹൈറ്റ് എന്ന് പറയുന്നത് 10/3 ഇഞ്ച് ആണ്. റേഡിയസുമായി ഹൈറ്റുമായി, റേഡിയസുമായി ഹൈറ്റുമായി, ഹെൻസ് ദ പ്രോബ്ലം കഴിഞ്ഞു. മാക്സിമം വോളിയം സംഭവിക്കാനുള്ള റേഡിയസ് ഹൈറ്റ്. ശ്രദ്ധിക്കുക എന്താണ് ഞാൻ ഇവിടെ ചെയ്തതെന്ന്. ഞാൻ ഇവിടുന്ന് ഒരു ഫിഗർ എടുത്തതും സിമിലർ ട്രയാങ്കിൾ ഉപയോഗിച്ച് നമ്മുടെ ഇക്വേഷനിൽ 2 വേരിയബിൾ ഉള്ളതിനെ ഒറ്റ വേരിയബിൾ ആക്കിയതും ശ്രദ്ധിക്കുക. അവിടെയാണ് ഈ ക്വസ്റ്റ്യന്റെ കാര്യം കിടക്കുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ഈ ക്വസ്റ്റ്യൻ തെറ്റാനുള്ള ഒരു സാഹചര്യം കിടക്കുന്നത്, ഈ ഒരു ഭാഗത്താണ്. ഇനി സബ്സ്റ്റിറ്റ്യൂഷനിലൂടെ പിന്നെ ഡെറിവേറ്റീവ് എടുത്ത് സീറോക്ക് ഇക്വേറ്റ് ചെയ്ത് പോയിന്റുകൾ കണ്ടുപിടിച്ചിട്ട് ഇക്വേറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാര്യം കഴിഞ്ഞു. ഏറ്റവും അവസാനം ക്വസ്റ്റ്യൻ ആണ് ഞാൻ ആൻസർ ചെയ്തത്. എന്നോട് മാക്സിമം വോളിയം കണ്ടുപിടിക്കാനല്ല പറഞ്ഞത്, മാക്സിമം വോളിയം സംഭവിക്കുമ്പോൾ റേഡിയസ് ഹൈറ്റും കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. അതാണ് ഞാൻ കണ്ടുപിടിച്ചത്. ഓക്കെ, മനസ്സിലായോ? ഓക്കെ, ശരി.